ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാർ കോവിഡ്-19 ബന്ധപ്പെട്ട് ലോക്ക്ഡൗണിലായ ആളുകൾക്ക് ഒരു ആശ്വാസമായി ധാന്യ കിറ്റ് 1000 രൂപയുടെ സൗജന്യമായ കിറ്റ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില ആളുകൾക്ക് സ്വന്തം റേഷൻ കടകളിലേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ആ കിറ്റുകൾ വാങ്ങാൻ സാധിക്കാത്ത ആളുകളുടെ എണ്ണം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പോർട്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് എന്താണ് പോർട്ടബിലിറ്റി, ആർക്കൊക്കെ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും, അത് ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പാവപ്പെട്ട ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഉപകാരപ്രദമായ വീഡിയോകൾ പങ്കുവെക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്ന സൗകര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. സംസ്ഥാനത്ത് 97% പേർ ഈ മാസത്തെ സൗജന്യ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, സൗജന്യ റേഷൻ വിതരണവും നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് സൗജന്യ കിറ്റ് വിതരണം ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് സൗജന്യ കിറ്റ് വിതരണം തുടരുകയാണ്. 5.92 ലക്ഷം AAY കിറ്റുകൾ അഥവാ മഞ്ഞ കാർഡിലുള്ള ആളുകൾക്കുള്ള കിറ്റുകളിൽ 3.5 ലക്ഷം എണ്ണം ഇതിനകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ സ്വന്തം റേഷൻ കടകളിലേക്ക് എത്താൻ സാധിക്കാത്തവർക്ക് അവർക്ക് മാത്രമാണ് തൊട്ടടുത്ത് നിൽക്കുന്ന റേഷൻ കടയിൽ നിന്ന് സത്യവാങ്മൂലം ഹാജരാക്കി പോർട്ടബിലിറ്റി സംവിധാനം പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ റേഷൻ കട, നമ്മുടെ യഥാർത്ഥ ഹോം റേഷൻ കട എന്ന് പറയുന്നത് മറ്റൊന്നായിരിക്കാം. നമ്മൾ മറ്റൊരു സ്ഥലത്തായിരിക്കാം താമസം, അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു റേഷൻ കടകളിലേക്ക് എത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നമ്മുടെ താമസിക്കുന്ന വീടിനടുത്തുള്ള റേഷൻ കടയിൽ പോയി ഒരു സത്യവാങ്മൂലം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഷൻ സാധനങ്ങളും സൗജന്യ കിറ്റും ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതിനെക്കുറിച്ച്, അതിന് എന്തെല്ലാം നടപടികളാണ് പൂർത്തീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നോക്കാം. നോക്കൂ, നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു മോഡൽ രൂപമാണ് നമ്മൾ എഴുതി തയ്യാറാക്കേണ്ടത്. ഇത് നിങ്ങൾക്കൊരു വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കാൻ സാധിക്കുന്ന കാര്യം മാത്രമാണ്. ഏറ്റവും മുകളിലായിട്ട് സത്യവാങ്മൂലം എന്ന് എഴുതുക. അതിൻ്റെ താഴെയായിട്ട് റേഷൻ കാർഡ് ഉടമയുടെ പേരാണ്. അതിൻ്റെ താഴെ റേഷൻ കാർഡ് നമ്പർ, റേഷൻ കാർഡിലെ വിലാസം, ഇപ്പോൾ താമസിക്കുന്ന വിലാസം, സമീപ റേഷൻ കടയുടെ നമ്പർ. അത് നിങ്ങൾക്ക് ഈ സൗജന്യ കിറ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് അവിടെ നിന്ന് അതിലേക്ക് അപ്പോൾ പൂരിപ്പിച്ച് കൊടുത്താൽ മതി. പിന്നീട് വരുന്നത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ളതാണ്. ഇപ്പോൾ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലാണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി എന്ന് എഴുതുക. അതല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തിലാണെങ്കിൽ ആ പഞ്ചായത്ത് എന്ന് എഴുതുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ എഴുതുക. എന്നിട്ട് വാർഡ് മെമ്പറോ അതല്ലെങ്കിൽ കൗൺസിലർ ആരാണ്, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ കൗൺസിലറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക. COVID-19 കാരണം ഞാൻ നിലവിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ റേഷൻ കട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുള്ളതാണ്. സർക്കാർ പ്രഖ്യാപിച്ച പലവ്യഞ്ജന കിറ്റ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് സമീപത്തുള്ള റേഷൻ കടയിൽ നിന്നും വാങ്ങുന്നത് ഇത് ശരിയും സത്യവുമാണെന്ന് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ട് പേര്, ഒപ്പ് എന്ന് എഴുതിയിട്ട് നിങ്ങളവിടെ പേരും ഒപ്പും എഴുതുക. അതിൻ്റെ താഴെയായിക്കൊണ്ട് മേൽപ്പറഞ്ഞ സത്യവാങ്മൂല കർത്താവ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് വാർഡ് മെമ്പറുടെ പേരെഴുതി മെമ്പറെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് സീൽ വെക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു വെള്ള പേപ്പർ എടുത്ത് വീട്ടിൽ നിന്ന് എഴുതാവുന്നതാണ്. റേഷൻ കടയുടെ നമ്പർ മാത്രമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അതൊന്നെങ്കിൽ റേഷൻ കടയുമായി ബന്ധപ്പെട്ട് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. വാർഡ് മെമ്പറെ ഫോൺ മാർഗം നിങ്ങൾക്ക് വിളിച്ച് വീട്ടിലേക്ക് വരുത്താൻ നിങ്ങൾക്കുള്ള അവകാശമുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും അവിടേക്ക് അങ്ങോട്ട് പോവേണ്ട ഒരു സാഹചര്യമില്ല. ഇത്തരത്തിലൊരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ തയ്യാറാക്കിയിട്ട് അതും നിങ്ങളുടെ നിലവിലെ റേഷൻ കാർഡ് കയ്യിലുണ്ടെങ്കിൽ അതല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗജന്യ കിറ്റ് ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ റേഷൻ കടയിലേക്ക് പോകുമ്പോൾ, ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഇന്നലെ ചന്ദ്രിക ദിനപത്രത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വാർത്തയാണ്. ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണതിന് തെളിവ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഇന്നലെ ചന്ദ്രിക ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്ത കൂടിയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും
നമസ്കാരം.